സംസ്ഥാനം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണിക്കൂറുകളിലൂടെ പോകുമ്പോൾ കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നു. അതും രാഹുൽ ഗാന്ധി ഈ അവസാന മണിക്കൂറിൽ എന്തിനാണ് കെ.സി. വേണുഗോപാലിനെ വിളിച്ചത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അഖില, അല്പസമയങ്ങൾക്ക് മുൻപാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സുനേരി ബാഗിലെ 5-ാം നമ്പർ വസതിയിലേക്ക് കെ.സി. വേണുഗോപാൽ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയാകും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതായത് അഖില സൂചിപ്പിച്ചതുപോലെ ഒരു കെ.സിയെ അനുനയിപ്പിക്കാൻ മറ്റൊരു പേരിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം എത്തുകയാണെങ്കിൽ കെ.സി. വേണുഗോപാലിനെയും അനുനയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ, അതല്ല കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഏത് രീതിയിൽ മുൻപോട്ട് പോകണം എന്നുള്ള ചർച്ചകൾക്കാണോ അദ്ദേഹം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഈ നിമിഷം വരെ നേതാക്കളിലേക്ക് പോലും ഹൈക്കമാൻഡ് തീരുമാനം, അതായത് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കളിലേക്ക് പോലും ഈ മുഖ്യമന്ത്രി ആരാണ് എന്ന തീരുമാനം ഹൈക്കമാൻഡ് അറിയിച്ചിട്ടില്ല. അത് വളരെ വ്യക്തമാണ്. ഈ അവസാന നിമിഷത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകർ ഹൈക്കമാൻഡിന്റെ തീരുമാനം അറിയിക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രമായിരിക്കും നേതാക്കളിലേക്ക് മുഖ്യമന്ത്രി ആരാണ് എന്ന തീരുമാനം എത്തിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയിൽ ആ തീരുമാനം എന്തായാലും കെ.സി. വേണുഗോപാൽ അറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കെ.സി. വേണുഗോപാലിനോട് ആ തീരുമാനം വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കും. അത് എന്താണ് എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം മുഴുവനുള്ളത്. കെ.സി. വേണുഗോപാൽ തന്നെ നിയമസഭാ കക്ഷി യോഗത്തിലെ അല്ലെങ്കിൽ എം.എൽ.എമാരുടെ ഭൂരിപക്ഷ പിന്തുണ അനുസരിച്ച് കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ, അതെല്ലാം കെ.സിയെ അനുനയിപ്പിച്ചുകൊണ്ട് വി.ഡി. സതീശനിലേക്കോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയിലേക്കോ പോകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഏതായാലും ഇതിനോടകം ഹൈക്കമാൻഡ് എടുത്തു കഴിഞ്ഞു. ആ തീരുമാനം തീർച്ചയായും നിലവിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ കെ.സി. വേണുഗോപാലുമായി സംസാരിക്കും. പക്ഷേ പുറത്തു വരുമ്പോഴും കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല. അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും പ്രതികരണം തേടിയിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുമുള്ള പ്രതികരണത്തിന് കെ.സി. വേണുഗോപാൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നിലവിൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് വളരെ വ്യക്തമായി കെ.സി. വേണുഗോപാലിന് അറിയാൻ സാധിക്കുമെങ്കിൽ പോലും അത് മാധ്യമങ്ങളോട് സംസാരിക്കാനോ പ്രതികരിക്കാനോ ഉള്ള സാധ്യത കുറവാണ്. അഖില.